ഹായ് ഓൾ. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്6ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്. ഇത് എസ്6ലെ വൺ ഓഫ് ദി കോർ സബ്ജക്ട്സിൽ ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി നോക്കാം. KTUവിന്റെ 2019 സ്കീമിന്റെ അണ്ടറിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് എസ്6ലെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് വരുന്നത്. സോ ഇതൊരു 3 hours എക്സാമിന്റെ ഒരു 150 ടോട്ടൽ മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത്. അതില് കോഴ്സ് ഇന്റേണൽ ഇവാലുവേഷൻ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ 50 മാർക്സും എൻ സെമസ്റ്റർ എക്സാമിനേഷനിൽ 100 മാർക്സുമാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. മാക്സിമം 150. അതായത് 3 hours ഒരു എക്സാം ആയിരിക്കും. 100 ഫോർ എൻ സെമസ്റ്റർ എക്സാം. അതായത് നമ്മൾ തിയറി എക്സാം ഉണ്ടല്ലോ, അതിനാണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയാം. അത് റിട്ടൺ എക്സാമിന് 100 മാർക്സും പിന്നെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ 50 മാർക്സും. ഓവറോൾ ഒരു 150 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ്. ഇനി നമുക്ക് ഇതിന്റെ മാർക്കിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേൺ. ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേണിൽ 10 മാർക്സ് അറ്റൻഡൻസിനും പിന്നെ 2 സീരീസ് എക്സാമുകൾ ഉണ്ടല്ലോ, അതാണ് കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് 25 മാർക്സ് ആണ് ഓവറോൾ. അതായത് 2 എക്സാം നടത്തും, 25 മാർക്സ് ആയിരിക്കും ഓവറോൾ കിട്ടുക. അതിന്റെ അസൈൻമെന്റിന് 15. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേണിൽ നമുക്ക് ഓവറോൾ 50 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റുക. അതിൽ 25 നമ്മളെ സീരീസ് എക്സാമിനും 10 അറ്റൻഡൻസിനും 15 അസൈൻമെന്റ്സിനും. അസൈൻമെന്റ്സ് മേ ബി 1-2 ഉണ്ടായിരിക്കാം. സ്പ്ലിറ്റ് വെച്ചിട്ട് ഷെയർ ആക്കിയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 15 മാർക്സ് ആയിരിക്കും അസൈൻമെന്റ് ഓവറോൾ കിട്ടുക. 10 മാർക്സ് അറ്റൻഡൻസും 25 മാർക്സ് ഇന്റേണൽ സീരീസ് എക്സാമിനും. ഇനി നമുക്ക് എൻ സെമസ്റ്റർ എക്സാമിന്റെ പാറ്റേൺ നോക്കാം. എൻ സെമസ്റ്റർ എക്സാമിന് ടോട്ടൽ മാർക്സ് വരുന്നത് 100 ആണ്. നമ്മൾ 3 hours എക്സാം 100 മാർക്സ് എഴുതണം. അതിന് നമുക്കറിയാം 2 പാർട്സ് ഉണ്ടായിരിക്കും. ദർ വിൽ ബി പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് ഇന്റെ സ്പ്ലിറ്റ് ഞാൻ പറഞ്ഞുതരാം. പാർട്ട് എ എന്ന് പറയുമ്പോൾ 1 to 10 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലായിരിക്കും. 3 മാർക്സ് ഈച്ച് ആയിരിക്കും. അതായത് 10 into 3 30 മാർക്സ് ആയിരിക്കും ഓവറോൾ പാർട്ട് എ നമുക്ക് ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പാർട്ട് എന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1, 3ഉം 4ഉം മൊഡ്യൂൾ 2, 5ഉം 6ഉം മൊഡ്യൂൾ 3, 7ഉം 8ഉം മൊഡ്യൂൾ 4, 9ഉം 10ഉം മൊഡ്യൂൾ 5. അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഈച്ച്, അതായത് 3 മാർക്സിന് 2 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിട്ടായിരിക്കും പാർട്ട് എ ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ പാർട്ട് ബി എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 14 മാർക്സ് വെച്ചിട്ടായിരിക്കും. ആ 14 മാർക്സ് എന്ന് പറയുമ്പോൾ മേ ബി 8, 7 അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ 7, 7 അങ്ങനെ ആയിരിക്കാം, 8, 6 അങ്ങനെ പല പാറ്റേൺ, 10, 4 അങ്ങനെ സ്പ്ലിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടതിനനുസരിച്ചിരിക്കും. സോ മാക്സിമം 14 മാർക്സ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പാർട്ട് എ എന്ന് പറയുന്നത് ദർ വിൽ ബി നോ ഓപ്ഷൻസ്, കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തേ പറ്റും. പക്ഷെ പാർട്ട് ബി എന്ന് പറയുന്നത് ഇപ്പം 10 വരെ പാർട്ട് എ ആണെങ്കിൽ 11 ആയിരിക്കും പാർട്ട് ബി. അപ്പൊ 11A-B സ്പ്ലിറ്റ് ഉണ്ടാവും മൊഡ്യൂൾ 1. അതേപോലെ 12A-B അഗെയിൻ മൊഡ്യൂൾ 1 ആയിരിക്കും. അപ്പൊ എയ്തർ 11 അല്ലെങ്കിൽ 12 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും. പിന്നെ മാർക്കിന്റെ പാറ്റേൺസ് വന്നിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു തിയറി പേപ്പർ മാത്രമല്ല, ഒരു ന്യൂമറിക്കൽ സൊല്യൂഷൻ ക്വസ്റ്റ്യൻസും വരുന്ന ഒരു മിക്സ്ഡ് പേപ്പർ ആണ്. മെജോറിറ്റി പ്രോബ്ലംസ് ആണ്, പക്ഷെ 75% തിയറി ക്വസ്റ്റ്യൻസും 25% ന്യൂമറിക്കൽസും ആണ് ആസ് പെർ സിലബസ് ചോദിക്കാൻ പറ്റുന്നത്. അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വരേണ്ടത്. ഒരു 50-50 പേപ്പറാണ്. അതായത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽസ് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഡെറിവേഷൻസും തിയറിയും കാര്യങ്ങളും എല്ലാം വരുന്ന ലോസും അതിന്റെ ഡെറിവേഷൻസും പ്രൂഫുകളും കാര്യങ്ങളും ന്യൂമറിക്കൽസും സൊല്യൂഷൻസും ഒക്കെ വരുന്ന ഒരു പേപ്പറാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് സിലബസിലേക്ക് നോക്കാം. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, അവരുടെ ഡെറിവേഷൻ, ന്യൂമറിക്കൽസ്, അതൊക്കെയാണ് ഈ മൊഡ്യൂൾ 1 വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ മാഗ്നറ്റിക്കൽ തിയറി, പിന്നെ റിവ്യൂ ഓഫ് വെക്ടർ കാൽക്കുലസ്. നമ്മൾ S1, S2 മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള വെക്ടർ കാൽക്കുലസ് ആയിട്ടുള്ള വെക്ടർ കാൽക്കുലസിന്റെ അണ്ടറിൽ വരുന്ന ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതായത് ഡെൽ ഓപ്പറേറ്റർ, ഗ്രേഡിയൻ, ഡൈവേർജൻസ്, കേള്, ഇങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് മൊഡ്യൂൾ 1 നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് കോർഡിനേറ്റ് സിസ്റ്റംസ്, ദാറ്റ് ഈസ് റെക്ടാങ്കുലർ, സിലിണ്ട്രിക്കൽ, സ്ഫിരിക്കൽ കോർഡിനേറ്റ്. അങ്ങനത്തെ 3 കോർഡിനേറ്റ് സിസ്റ്റംസും അത് തമ്മിലുള്ള കണക്ഷൻസും അവരെങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് അടുത്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, അതൊക്കെയാണ് അതിന്റെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, റിവ്യൂ ഓഫ് കൂളോംസ് ലോ, ഗോസസ് ലോ, ആംപിയർ സർക്യൂട്ട് ലോ. അതായത്
ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ പേര് തന്നെ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ അത് ആ ഒരു വേവിന്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയൊക്കെയാണെന്നാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് ലോസും കാര്യങ്ങളുണ്ട്. കൂളോംസ് ലോ നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. കൂളോംസ് ലോ പറയുന്നത് F is equal to Q1 Q2 by 4 pi epsilon square into R square എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലൈൻ ജോയിനിങ് ദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വെക്ടർ ഫോമുല ഡെറിവേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഗോസസ് ലോ എന്ന് പറയുന്നത് psi is equal to Q enclosed എന്ന് നമ്മൾ അതും ഐ തിങ്ക് 12th ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ആണ് ഈ മൊഡ്യൂൾ 1 പിന്നെ ഡീൽ ചെയ്യുന്നത്. പിന്നെ പോയിസൺ ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ, ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഡെറിവേഷനും പിന്നെ അത് ഇയും വിയും വെച്ചിട്ട് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നും കൂടി ഉള്ളതാണ് മൊഡ്യൂൾ 1. ഇതാണ് മൊഡ്യൂൾ 1ന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെയാണ്, പിന്നെ അത് നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇയും ബിയും, അതായത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ വെക്ടേഴ്സ് ആണ്. അപ്പൊ വെക്ടേഴ്സിനെ വെച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വെക്ടേഴ്സിനെ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് വെക്ടേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കണം. അതാണ് വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഡെല്ല്, ഗ്രേഡിയന്റ്, അങ്ങനത്തെ ഡൈവേർജൻസ്, കേള്, അങ്ങനത്തെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെയാണ് പിന്നെ സെക്കൻഡ് ടോപ്പിക് വരുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആണ് കോർഡിനേറ്റ് സിസ്റ്റംസ്, റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ സെയിം ആണ്, റെക്ടാങ്കുലർ, സ്ഫിരിക്കൽ ആൻഡ് സിലിണ്ട്രിക്കൽ. ഈ കോർഡിനേറ്റ് സിസ്റ്റംസും അതിന്റെ ഇന്റർചേഞ്ചബിലിറ്റിയും അത് വെച്ചിട്ട് ന്യൂമറിക്കൽസും. പിന്നെ വരുന്നത് കുറച്ച് ലോസ് ആണ്, ലോസും അതിന്റെ ഡെറിവേഷൻസും അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് എന്നാണ് മൊഡ്യൂൾ 1 നോക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 2 പോകുമ്പോൾ മൊഡ്യൂൾ 2 നമ്മൾ ഇപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഇത് നമ്മൾ തിയറി, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷനും അതിലെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ റിലേഷനും ഒക്കെയാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസേ പഠിച്ചിട്ടുള്ളൂ. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതിന്റെ ട്രാൻസ്മിഷൻ ആണ്, അതായത് വേവ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മെയിൻലി നമുക്ക് പറയാനുള്ളത് ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് ഓഫ് 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് കോആക്സിയൽ കേബിൾ. അതായത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഡെറിവേഷൻസ് ഉണ്ട്. അതായത് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും, 2 കപ്പാസിറ്റൻസും 2 ഇൻഡക്ടൻസും ഡിറൈവ് ചെയ്യാനുണ്ട്. അതായത് ഒരു കോആക്സിയൽ കേബിളിലും ഒരു 2 വയർ ട്രാൻസ്മിഷൻ ലൈനിലും വരുന്ന ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഡിറൈവ് ചെയ്യാനുണ്ട്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി, അതും ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അത്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ്, കറന്റ്, ഡെൻസിറ്റി, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ സ്കെലാർ പൊട്ടൻഷ്യൽ, വെക്ടർ പൊട്ടൻഷ്യൽ, ഡിസ്പ്ലേസ്മെന്റ്, കറന്റ്, ഡെൻസിറ്റി ഒക്കെ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ്, കറന്റ്, ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനോ ഡിറൈവ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ സ്കെലാർ പൊട്ടൻഷ്യൽ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്നതാണ്. പിന്നെ മാക്സ്വെൽസ് ഇക്വേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ഡെറിവേഷനും പിന്നെ ഈ 3 ഇമ്പോർട്ടന്റ് ലോ, നമ്മളെ ഗോസസ് ലോ, ഫണ്ടമെന്റൽ ലോസ് ആയിട്ടുള്ള ഗോസസ് ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ, പിന്നെ കൂളോംസ് ലോ, അങ്ങനത്തെ 3 ലോയിൽ നിന്ന് എങ്ങനെയാണ് മാക്സ്വെൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസും അതിൽ പഠിക്കാനുണ്ട്. പിന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത് ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ടോപ്പിക് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ബൗണ്ടറി മാറും, അതായത് 2 മീഡിയത്തിന്റെ ബൗണ്ടറിയിൽ എങ്ങനെയാണ് അവരുടെ ഇൻഫ്ലുവൻസ് വരുന്നതെന്നും അവരെങ്ങനെയാണ് അവരുടെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് അവിടെ ചേഞ്ചസ് വരുന്നതെന്നും കൂടിയാണ് ബൗണ്ടറി കണ്ടീഷൻസിൽ പഠിക്കുന്നത്. മാക്സ്വെൽ ഇക്വേഷൻസ് അതിന് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് 4 മീഡിയം, അതായത് ലോസി മീഡിയം, ലോസ്ലെസ് മീഡിയം, പ്യുർ കണ്ടക്ടിങ് മീഡിയം, ഡൈഇലക്ട്രിക് മീഡിയം, അങ്ങനെ കുറച്ച് 4 ഡിഫറെന്റ് മീഡിയംസിൽ ബൗണ്ടറി കണ്ടീഷൻസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ ഡെറിവേഷനും ഡയഗ്രാംസും ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വേവ് ഇക്വേഷൻ 2 സൊല്യൂഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് കണ്ടക്ടിങ് മീഡിയത്തിലും നോൺ കണ്ടക്ടിങ് മീഡിയത്തിലും. ഡെറിവേഷൻ ആണ്, സിമ്പിൾ ആണ്, അത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും.
മൊഡ്യൂൾ ത്രീയിൽ നമ്മൾ പഠിക്കുന്നത് EM വേവിന്റെ ഒരു പ്രൊപ്പഗേഷൻ ആണ്. എങ്ങനെയാണ് EM വേവിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്, അതും കുറച്ച് മീഡിയത്തിൽ സ്പെസിഫിക്കലി ഡെറിവേഷൻ ആണ് നോക്കാനുള്ളത്. അതായത് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലെയിൻ EM വേവ് ഇൻ പെർഫെക്റ്റ് ഡൈഇലക്ട്രിക് ലോസി മീഡിയം, ഗുഡ് കണ്ടക്ടർ, മീഡിയ അറ്റുനേഷൻ, പിന്നെ കുറച്ച് ടെർമിനോളജീസ്, അതായത് ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി, സ്കിൻ ഡെപ്ത്. അതായത് EM വേവ് പെർഫെക്റ്റ്ലി ഡൈഇലക്ട്രിക്, ലോസി മീഡിയം, അതേപോലെ ഗുഡ് കണ്ടക്ടർ, ഇങ്ങനത്തെ മീഡിയംസിലൊക്കെ എങ്ങനെയാണ് EM വേവ്, പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ EM വേവ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അതിനുണ്ടാവുന്ന ചേഞ്ചസ്, അതിന് ബാധിക്കുന്ന ഫാക്ടേഴ്സ്, കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ടേംസ് ആണ് ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി, സ്കിൻ ഡെപ്ത്. ഇതൊക്കെ എന്താണെന്നും അത് ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി നമ്മുടെ കമ്പാരിസണും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് ഈ ഫസ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ EM വേവ് അറ്റ് ബൗണ്ടറീസ് ഫോർ നോർമൽ ആൻഡ് ഒബ്ലിക് ഇൻസിഡൻസ്. EM വേവ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ബൗണ്ടറി, അതായത് നോർമൽ ബൗണ്ടറി ആവാം, അല്ലെങ്കിൽ ഒബ്ലിക് ഇൻസിഡൻസ്, പാരലൽ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒബ്ലിക് ഇൻസിഡൻസിന്റെ കേസിലൊക്കെ EM വേവിന്റെ ഒരു പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കാരണമുള്ള ഡെറിവേഷൻസും കാര്യങ്ങളും ആണ് പിന്നെ ആ സെക്ഷനിൽ നോക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ളത് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ബ്രൂസ്റ്റർ ആംഗിൾ. സ്നെൽസ് ലോ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ 11th 12th നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സ്നെൽസ് ലോ പറയുന്നത് എന്താണ്, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു N2/N1 നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് ഹയർ മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലോവർ മീഡിയം എന്ന് പറഞ്ഞ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇൻസിഡന്റ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് സ്നെൽസ് ലോ പറയുന്നത്. പിന്നെ ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും പഠിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് EM വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ്. അതായത് EM വേവ് നമ്മൾ ആദ്യം EM വേവ് എന്താ കാര്യങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പഠിക്കും. പിന്നെ അതിന്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള കോആക്സിയൽ കേബിൾ, അതിന്റെ ഡെറിവേഷന്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. പിന്നെ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത് ഹൗ ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ടു ഡിഫറെന്റ് മീഡിയാസ്. ഡിഫറെന്റ് മീഡിയസിലൂടെ അത് ട്രാവൽ ചെയ്യുന്നതും അപ്പോൾ ഓരോ മീഡിയത്തിനനുസരിച്ച് ആ വേവിന് വരുന്ന ചേഞ്ചസും അതിനുണ്ടാവുന്ന ഇൻഫ്ലുവൻസും ഫീൽഡും, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള കമ്പാരിസൺസും ആണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഇസ് മൊഡ്യൂൾ 4. ഈ മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഇതുവരെ പഠിക്കാത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കുന്നു. പവർ ഡെൻസിറ്റി, പോയിന്റിംഗ് വെക്ടർ തിയറം. പോയിന്റിംഗ് വെക്ടർ തിയറം ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡെറിവേഷൻ ആണ് പോയിന്റിംഗ് വെക്ടർ തിയറം. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ അതിന്റെ ഡെറിവേഷൻ ആണ് വരുന്നത്. അതിന്റെ ടോട്ടൽ പവർ കൺസർവേറ്റീവ് ആണ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ആ തിയറം പറയുന്നത്. അപ്പോൾ പിന്നെ അതിൽ പഠിക്കാനുള്ളത് പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ലീനിയർ, സർക്കുലർ, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ ഉണ്ടല്ലോ, ലീനിയർലി, സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് EM വേവിന്റെ പോളറൈസേഷൻ അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ടോപ്പിക്. പിന്നെ യൂണിഫോം ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ്. ഇപ്പൊ മൊഡ്യൂൾ 3 നമ്മൾ പ്രൊപ്പഗേഷൻ എത്തിയിട്ടാണ്. മൊഡ്യൂൾ 4 പറയുമ്പോൾ ഈ വേവിന്റെ ഒക്കെ ട്രാൻസ്മിഷൻ ആണ്. അതായത് നമ്മൾ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ലൈൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് അത്. പിന്നെ പറയുന്നത് വോൾട്ടേജ് ആൻഡ് കറന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ലൈൻ ടെർമിനേറ്റഡ് വിത്ത് എ ലോഡ്, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ആൻഡ് VSWR. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഇതിന്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്. ഇത് ഇനി മൊഡ്യൂൾ 5ലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. VSWRഉം റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും. അത് എന്താണ്, അത് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, അതിന്റെ ഇക്വേഷൻസ്, ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസിന്റെ ഡെറിവേഷൻ. ഇത്രയാണ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എനിക്ക് തോന്നുന്നത് കുറച്ച് ന്യൂ ടോപ്പിക്സ് ആണ്. പോയിന്റിംഗ് തിയർ ആയാലും പവർ ഡെൻസിറ്റി ആയാലും ഇതുവരെ പഠിക്കാത്ത കുറച്ച് ഏരിയാസ് ഒക്കെയാണ്. പക്ഷേ കവർ അപ്പ് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും VSWRഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 5ൽ അതിന്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ ആസ് എ സർക്യൂട്ട് എലമെന്റ്സ്. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈനിനെ നമ്മൾ ഇൻഡക്ടറിന്റെ കപ്പാസിറ്ററിന്റെ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ കോമ്പണന്റ് ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്മിത്ത് ചാർട്ട്, അതൊരു പുതിയൊരു ടോപ്പിക് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ 5th സെമസ്റ്ററിൽ ബോർഡർ പ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള ലോഗരിതമിക് ഗ്രാഫ് ഒക്കെ നിങ്ങൾ സെമി ലോ ഗ്രാഫ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് സ്മിത്ത് ചാർട്ട് എന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ മൊഡ്യൂൾ 4ൽ ഞാൻ പറഞ്ഞു VSWR, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, ഇതൊക്കെ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തിയറിറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് വാല്യൂസ് ആണ് ഈ VSWR. ഇപ്പൊ വോൾട്ടേജ്, ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഈ VSWR, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഒക്കെ. അപ്പം
അതിനെ നമുക്ക് ഡയറക്റ്റ്ലി ഗ്രാഫ് വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് കോമ്പസും സ്കെയിലും പെൻസിലും എല്ലാം ഉപയോഗിച്ചിട്ട് സ്മിത്ത് ചാർട്ടിൽ നമുക്ക് പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യങ്ങളുണ്ട്. അത് സ്മിത്ത് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതാണ് VSWR നമുക്ക് സ്മിത്ത് ചാർട്ട് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 14 മാർക്സ് അല്ലെങ്കിൽ ഒരു 8 to 10 മാർക്സ് വരുന്ന ഒരു essay ക്വസ്റ്റ്യൻ ആണ് സ്മിത്ത് ചാർട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഹോളോ റെക്ടാങ്കുലർ വേവ് ഗൈഡ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഹാവിൻ ഡോമിനന്റ് മോഡ് ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി ഡെറിവേഷൻ ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ്. ഇതെന്ന് പറയുന്നത് റെക്ടാങ്കുലർ വേവ് ഗൈഡ്. റെക്ടാങ്കുലർ വേവ് ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ട്രാവൽ ചെയ്യുന്ന റെക്ടാങ്കുലർ ഹോളോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. റെക്ടാങ്കുലർ വേവ് ഗൈഡിൽ എങ്ങനെയാണ് വേവിന്റെ മോഡ്സ്, TE മോഡ് TM മോഡ് എന്നൊക്കെ 2 മോഡ്സ് പഠിക്കാനുണ്ട്. അതിന്റെ കുറച്ച് ഡെറിവേഷൻസും പിന്നെ ന്യൂമറിക്കൽസും ഉണ്ട്. അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി, അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സും മ്യൂ, എപ്സിലോൺ അങ്ങനത്തെ കുറച്ച് വാല്യൂസ് ഒക്കെ ഉള്ള കുറച്ച് ന്യൂമറിക്കൽസിന്റെ ഡെറിവേഷനും ഉണ്ട്. TE മോഡും TM മോഡും അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡെറിവേഷനും പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസും ആണ് മൊഡ്യൂൾ 5. സോ അതൊക്കെയാണ് മൊഡ്യൂൾ 1, 2, 3, 4, 5 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 1 ഇൻ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, വേവ്സ്, കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ട് ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, അതിന്റെയൊക്കെ ഡെറിവേഷൻ, ബൗണ്ടറി കണ്ടീഷൻ, പിന്നെ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ, അതൊക്കെയാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3ലേക്ക് വരുന്ന പ്രൊപ്പഗേഷൻ, ഓരോ മീഡിയത്തിലും EM വേവ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അത് കാരണം ഉണ്ടാകുന്ന അതിന്റെ ചേഞ്ചസ്, പ്രോപ്പർട്ടീസിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെ. മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോഴാണ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് പോയിന്റിംഗ് തിയറം, പവർ ഡെൻസിറ്റി, അങ്ങനത്തെ കുറച്ച് തിയറംസും കാര്യങ്ങളും പിന്നെ VSWRന്റെ കോൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 5ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈന്, സർക്യൂട്ട് എലമെന്റ്സ്, പിന്നെ സ്മിത്ത് ചാർട്ട് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ TE മോഡ് TM മോഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ആണ്. ഇത്രയും മൊഡ്യൂൾസും ഇത്രയും കോൺസെപ്റ്റ്സും ഇത്രയും തിയറംസും പഠിച്ചിട്ട് ഇതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സമ്മറി പോലെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊരു ഷോർട്ട് ആയിട്ടുള്ള ടേബിൾ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 1 ഈ കോൺസെപ്റ്റ്സ് ആണ് പറഞ്ഞത്. വെക്റ്റർ കാൽക്കുലസ്, ഓപ്പറേറ്റേഴ്സ്, കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് എവിടെയാണ് ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മോഡലിംഗ് ഇൻ PCB ഡിസൈൻ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്, ടച്ച് സ്ക്രീൻ, മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡ് മാപ്പിംഗ്, MRI സ്കാനിങ്, അങ്ങനത്തെ ഡിഫറെന്റ് മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സയൻസ് റിലേറ്റഡ് ഫീൽഡ് ആയിക്കോട്ടെ, പല ഫീൽഡിലും ഇങ്ങനത്തെ ഈ ഇക്വേഷൻസും കാര്യങ്ങളും, അതായത് ഈ വെക്റ്റർ കാൽക്കുലസ് അങ്ങനത്തെ എല്ലാ സംഭവവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ആയിക്കോട്ടെ, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതൊന്നും വെറുതെ പഠിക്കല്ല, ഇതിനൊക്കെ ഒരുപാട് എന്താ പറയുക, ഹയർ ലെവൽ ആപ്ലിക്കേഷൻസിൽ ഇതെല്ലാം ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇതിനെ പറ്റി അവെയർ അല്ല എന്നാണ് സത്യം. ഇനി മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നത്. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ, ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാം, നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സെക്ടറിലാണ് അല്ലെ. അതായത് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലാണ് RF കേബിൾസ്, അതായത് കേബിൾസ്, ട്രാൻസ്മിഷൻ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലാണ് ഈ മൊഡ്യൂൾ 2 നമ്മൾ പഠിക്കുന്ന മേജോറിറ്റി കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ EM വേവ് പ്രൊപ്പഗേഷൻ ഇൻ മീഡിയ, അറ്റനേഷൻ, സ്കിൻ ഡെപ്ത്, റിഫ്ലക്ഷൻ, അതായത് ആ വേവിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. വേവ് ഒന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണ് പോളറൈസേഷൻ, സ്നെൽസ് ലോ, ബ്രൂസ് ആംഗിൾ, ഡിസ്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ് അവൻ, EM വേവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഒരു സബ് ടോപ്പിക് ആണല്ലോ മൈക്രോവേവ് അവൻ ഒക്കെ. അതേപോലത്തെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഹയർ സെമസ്റ്റേഴ്സിൽ നിങ്ങൾ ആന്റിന റിലേറ്റഡ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോൺസെപ്റ്റ് വരും. അപ്പൊ ആ സമയത്ത് ഈ ആന്റിന എന്നൊക്കെ പറയുന്നത് ഒരു ഹെമിസ്ഫിരിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിന്റെ കുറെ ഏരിയ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ലോയും കാര്യങ്ങളും, ഈ ബ്രൂസ്റ്റർ ആംഗിൾ, കാരണം ഇത്ര ആംഗിൾ ആകുമ്പോഴാണ് ഇതിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവുക, അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ 3 നമ്മൾ ഡിഫറെന്റ് മീഡിയാസിൽ എങ്ങനെയാണ് EM വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പഠിക്കുന്നത്. പിന്നെ ഡിഫറെന്റ് സെൻസേഴ്സ്, റിമോട്ട് സെൻസിങ്, RF ഷീൽഡിങ്, അതിലൊക്കെ നമുക്ക് ഈ ഒരു EM വേവ് പ്രൊപ്പഗേഷൻ അറിഞ്ഞിരിക്കുന്നത് മസ്റ്റാണ്. ഇനി മൊഡ്യൂൾ 4 നോക്കുക. മൊഡ്യൂൾ 4 നോക്കുമ്പോൾ പോയിന്റിംഗ് വെക്റ്റർ, പവർ ഡെൻസിറ്റി, കുറച്ച് ന്യൂ ടെർമിനോളജീസ് ആണ് മൊഡ്യൂൾ 4 ഉള്ളത്. ഇതും വരുന്നത് ബേസിക്കലി ഏതിലേക്കാണ്,
നമ്മളെ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി, അതായത് ടെലികോം ഫീൽഡ് ലൈൻസ്, ഇംപിഡൻസ് മാച്ചിങ്, ബ്രോഡ്കാസ്റ്റിംഗ്, ഇപ്പൊ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അത്, പിന്നെ മൈക്രോവേവ് എക്യുപ്മെന്റ്, സാലറി അല്ല, സോളാർ പവർ ഫ്ലോ സ്റ്റഡീസ്, ഹൈ സ്പീഡ് PCB സിഗ്നൽ ഇന്റഗ്രിറ്റി, PCB പവർ സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനത്തെ ഡിഫറെന്റ് ബ്രേക്കേഴ്സ് ഇലക്ട്രിക്കൽ സെക്ടറിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഈ പവർ ഡെൻസിറ്റി, പോളറൈസേഷൻ, റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, അവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ലൈനസ്, TE മോഡ്, TM മോഡ്, അങ്ങനത്തെ ഡിഫറെന്റ് ഡൊമൈൻ മോഡ്സ്, സ്മിത്ത് ചാർട്ട് ഒക്കെയാണ്. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് റഡാർ വേവ് ഗൈഡ്സ്. വേവ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഹയർ സെമസ്റ്ററിൽ ലാബിൽ ഇലക്ട്രോമാറ്റിക്സ് ലാബ് വരും, ആ ലാബിൽ ഉള്ള കാര്യങ്ങളാണ് റഡാർ വേവ് ഗൈഡ്സ് ഒക്കെ. റഡാർ വേവ് ഗൈഡ്, ട്രാവലിംഗ് വേവ് ഗൈഡ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അതായത് ഒരു റെക്ടാങ്കുലർ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അതിൽ TE മോഡ്, TM മോഡ്, അങ്ങനത്തെ ഡിഫറെന്റ് മോഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തിനാണ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ആ സെക്ടറിലാണ്. പിന്നെ എയറോസ്പേസ് സിസ്റ്റം, മൈക്രോവേവ് ഫിൽറ്റേഴ്സ്, വേവ് ഗൈഡ് സെൻസേഴ്സ്, പിന്നെ സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടേഴ്സ്, അങ്ങനത്തെ വലിയ വലിയ സാറ്റലൈറ്റ് ട്രാൻസ്ഫർ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് മൊഡ്യൂൾസ്. ഈ 5 മൊഡ്യൂൾസ് കവറപ്പ് ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ശ്രമിക്കുന്നത്. സോ ഈ 5 മൊഡ്യൂൾസ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കേൾ, ഡൈവേർജൻസ്, അങ്ങനെ വെക്ടർ കാൽക്കുലസ് ആയിട്ടുള്ള കുറെ ഓപ്പറേറ്റേഴ്സ്, പിന്നെ സ്ഫിരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റംസും അവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻസും ഇന്റർചേഞ്ചബിലിറ്റിയും. പിന്നെ മൊഡ്യൂൾ 2 പഠിക്കുന്നത് കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ, ആക്സിലുകൾ, ഡെറിവേഷൻ. മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ഡെറിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സിമ്പിൾ ആണ്, അറിഞ്ഞിരിക്കാൻ പറ്റും. കുറെ ഐഡന്റിറ്റീസ് ഒക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെ മൊഡ്യൂൾ 3 വരുമ്പോൾ അവിടെയും എഗെയിൻ ഡെറിവേഷൻ വരുന്നുണ്ട്. ഓരോ മീഡിയയിലും എങ്ങനെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അത് കാരണം ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 4 നോക്കുമ്പോൾ പവർ ഡെൻസിറ്റി, VSWR, റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ്, പോയിന്റിംഗ് വെക്ടർ തിയറം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയർ ആണ്. ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അതൊക്കെയാണ് പോയിന്റ് 4. പോയിന്റ് 5 സ്മിത്ത് ചാർട്ടും പിന്നെ ഡിഫറെന്റ് വേവ് മോഡ്സും ആണ് പഠിക്കാനുള്ളത്. ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക്സ്, അതായത് ECT 302 എന്ന് പറയുന്ന സബ്ജക്ട് കോഡ് ഉള്ള 2019 സ്കീമിന് അണ്ടറിൽ വരുന്ന S6 സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റിയ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. തിയറി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡെറിവേഷൻസും ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും ന്യൂമറിക്കൽസും എല്ലാം കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം. പ്രോബ്ലംസ് ഒക്കെ അപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ക്ലിയർ ആക്കി പോവുക. കാരണം കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ആയിക്കോട്ടെ, സെക്കൻഡ് മൊഡ്യൂൾ ആയിക്കോട്ടെ, ഫസ്റ്റ് മൊഡ്യൂളിലാണ് ബേസ് ആയിട്ടുള്ളത്, അത് തറോ ആയിരിക്കണം. എന്നാലും സെക്കൻഡും തേർഡും ഒക്കെ കൂടുതൽ ക്ലിയർ ആവുള്ളൂ. സോ ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ മാഗ്നറ്റിക്സ്. സോ താങ്ക് യു.